കാട്ടുകോയി. നമ്മൾ കൂടെ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഒരു വെട്ടിക്കെട്ട് നടത്താനുള്ള പരിപാടിയാണ്. പാനിപൂരി കപ്പിൾസ്, മൈലാരി ദോശ. ആൽഫാസിലാണ് അവിടെ ഒരു സൂം സാഞ്ചുറി തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഈ മൈലാരിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വീട്ടിലേക്കൊരു മുതല എന്ന പദ്ധതി. സ്നേഹം സ്നേഹം രമ്യെന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്ത് സജന നോക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാജിമ് ബേസിക്കലി ഒരു ഫുഡി ആയതുകൊണ്ട് തന്നെ ഏതോ റിവ്യൂ നോക്കിയിട്ട് ഒരു ഫ്രീക്ക് ഹോട്ടലിൽ കയറി. ഇവിടുത്തെ സ്പെഷ്യലി കാട്ടുകോഴിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് സെലിബ്രിറ്റീസ് വന്ന ഫോട്ടോകളൊക്കെയാണുള്ളത്. ഇനി നാജിമ് ഉള്ള ഫോട്ടോ അവിടെ അങ്ങനെ വരും. നാജിമും മുക്താറും നിൽക്കണേ വലിയൊരു സെലിബ്രിറ്റി. ഇത് ഒറിജിനൽ അല്ല, നമ്മുടെ ഫോട്ടോഷോപ്പ് പയ്യൻ ചെയ്തതാ ഈ ഫോട്ടോ. ഇസ്ലാമിക് ഇതാ സൂപ്പർ കഞ്ഞി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഗൈസ് ഇതാ കാട്ടുകോഴി എത്തിന് ഇന്നത്തെ സ്പെഷ്യല്. ഇതെന്താ നാജിം? ഇത് സാധാ റൈസ്, അത് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. റിവ്യൂ എങ്ങനെ? സൂപ്പർ. അവിടുത്തെ അത് കേട്ടില്ല കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നാജിം റിവ്യൂ പറഞ്ഞത് സൂപ്പറാണോ അല്ലെന്നുള്ളത് പറഞ്ഞതാ. എന്താണ് കാട്ടുകോഴി ഗൈസ്. ഇവരെ ഭയങ്കര ലീനായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലൊക്കെ ഒരു പ്രത്യേകതരം. നാജിമ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നാജിം പാകത്തിന് മുളക് പൊടി. നോർമൽ കോഴിന്റെ മാതിരിയല്ല. സജ ടേസ്റ്റ് ചെയ്യ് നോക്കട്ടെ. ഒരു കഷ്ണം തരുള്ളൂ, ഇനി ചോദിക്കരുത്. ഒരുപക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ? ആ വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലിന്ന് കൊണ്ടുവന്ന ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. ഭയങ്കര ഹാർഡാണ് ഗൈസ്. സജിം വിലക്കത നാജിമിന്റെ അളിയന്റെ കച്ചവടം കൊടുക്കാൻ നിൽക്കാണ്. മോഡേൺ ഡെന്റൽ ക്ലിനിക്. 2 പല്ല് പോകും. ഇത് ഓൾറെഡി അവിടുത്തെ ട്രീറ്റ്മെന്റിലാണ്. അപ്പം അവസ്ഥ ഭയങ്കര ഹാർഡാണ്. ഒരു ഇതുവരെ കഴിക്കാത്ത ടൈപ്പ് ഒരു ചിക്കൻ കാട്ടുകോഴി. ഏതായിട്ട് നമ്മൾ 4 ആൾക്കാരും മല്ലിട്ടിട്ടും തീരുന്നില്ല. അതുകൊണ്ട് ഇത് റസലിന് പാർസൽ എടുക്കുകയാണ് നാട്ടിക്ക്. 4 ദിവസം ഇങ്ങനെ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഇത്രയും ഹാർഡായിട്ടുള്ള സാധനമാണ് ഗൈസ്. ഒന്ന് പാളീൻ്റെ സങ്കടത്തിൽ രണ്ടാമതൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ അവസ്ഥ നോക്കാം. വാഹു പൂ പോലെ സോഫ്റ്റ് ഗൈസ്. കൺഫേംഡ്. ഉണ്ടോ എങ്ങനെ ഉണ്ടായിനി കാട്ടുകോഴി? എങ്ങനെ ഉണ്ടായിനി ലാമിനെ? സൂപ്പറേനിയോ ഗൈസ്. കാട്ടുകോഴിയില്ലേ ചെറുതായിട്ട് നാജിം എക്സ്പെക്ട്. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ഔട്ട് ചെയ്യാണ്, അതുകൊണ്ടുള്ള നാജിം. അപ്പൊ നമ്മള് ട്രൈ ചെയ്തെന്നുള്ളൂ. സംഗതി ചെറുതായിട്ട് പല്ലൊക്കെ ഒരു വേദന കടിച്ചു പറിച്ചാൽ. പക്ഷേ കാട്ടുകോഴിയാന്ന് മനസ്സിലായില്ലേ? അതെ, അത്രേ ഉള്ളൂ. സാധാ കോഴി ഓർഡർ ചെയ്തപ്പോ എത്താണ് പുഷ്പം ഉള്ളിലിട്ട് അലിഞ്ഞു പോവാ. അപ്പം ഇത് നല്ല ഒരു സ്പോട്ടിലേക്കാണ് നാജിം. ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ചിലപ്പം പാളും ചിലപ്പം നന്നാവും. എല്ലാം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ആണ്. അപ്പൊ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇപ്പൊ ഇവിടെ മൈസൂർ എത്തിയിരിക്കുകയാണ്. സോ അവിടെ അടുത്തുള്ള മോളില് നമ്മൾ ലാമിക്ക് വേണ്ടിയിട്ട് ആനനെ കുറേ തപ്പി, പക്ഷേ കിട്ടിയിട്ടില്ല. സോ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സൂയിലേക്ക് പോവാന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പാനിപൂരി കപ്പിൾസ്. അതാ പാനിപൂരി 2 ആളും പാടെ നിറച്ച് ചോറ് വേയിക്കണ മാതിരി വേയിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നാജിം കുടിച്ചോണ്ടിരിക്കുന്നു. ലാമി ആൽഫാസിലാണ് അവിടെ പാനിപൂരി ആകാൻ നിൽക്കണത്. ലാമി ആദ്യമായിട്ട് കാണുകയാണ് ഗൈസ്. ഇതെന്ത് കഥ എന്ന് വിചാരിച്ച് നിൽക്കണ ലാമിൻ്റെ അമ്മ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. സാധാരണ പാനിപൂരി കഴിക്കാതെക്കലും ഉണ്ടാക്കണ ഒരു പോലീസ് കൊണ്ടാണ്. അപ്പം ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാകുമ്പം ഹൈജീൻ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടാണ് ഇങ്ങനത്തെ സാധനം കഴിക്കുന്നത്. സോ ടേസ്റ്റ് ഉണ്ട്. രാജുവിനെ തെറ്റ് പറയാൻ പറ്റില്ല. അച്ഛനെ വിളിക്കേണ്ട ലാമി. ഇതാ ന്യൂട്രിക്കിട്ട് ലാമി പോയാണ്.
വലിയൊരു ഇതൊന്നുമില്ല. അതുകൊണ്ട് പോണോടത്ത് കൂടെ പോലാണ് വണ്ടി. പ്രത്യേകിച്ച് റൂട്ടൊന്നുമില്ല. വാളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ. തിരിച്ചു പോലെ ഇതിലെ തിരിച്ചാ പോണേ. തിരിച്ചല്ലേ? വാ. ചെറിയ മക്കൾക്ക് ഒരു പാർക്ക് അവിടെ ഉണ്ട്. അവിടെ ഓളമ്മാൻ്റെ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ആടുണ്ട്. പഠിപ്പിച്ചാണ് ആദ്യത്തെ ലെസൺ. ഡോണ്ട് ട്രസ്റ്റ് എനിബഡി. കം ഓൺ. ഒരാള് പേടിച്ചു ഗൈസ്. അപ്പനെ വിളിക്കണ്ട്. പേടിച്ചു. ഒന്നുകൂടി നമ്മളെങ്ങോട്ടാ പോണേ? വെള്ളത്തിക്ക് ബോട്ടിങ് പോകും നമ്മള്. ബോട്ടിങ് എന്തത്? ഗൈസ് അവിടെ ഉണ്ട്. അവിടെ ബേർഡ്സ് ഉണ്ട് ഗൈസ്. അല്ല അവിടെ മീനുകള്. ഓ മീനുകളൊക്കെ ഇവിടെ. അവിടെ പക്ഷികൾ ഗൈസ്. അവിടെ പക്ഷികളുണ്ട്. പക്ഷി മുതലുണ്ടായിരുന്നപ്പോ ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചിനെ. പക്ഷെ ശരിക്കും മുതലുണ്ട്. ഡിസ്കഷൻ നടക്കുന്നു. വീട്ടിലേക്കൊരു മുതല എന്ന പദ്ധതി. ഒരുപാടൊരു കൂട്ടിലാണുള്ള റബ്ബേ. ഇതിപ്പോ നമ്മളെ ബോട്ടിൽ കയറിയതാണ്. 2 ലവ് ബേർഡ്സ്. സജയ്ക്ക് ചീത്തട്ടി ഗൈസ്. മുതലിനെ കണ്ട് ഞെട്ടിരിക്കുകയാണ് നാജിം. അതിനെ വളർത്താൻ കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങാണ് സജ. മുതലിനെ കണ്ടു. മുതല ഗൈസ്. ഇതാ അവിടെ 2 മുതലകൾ എടുക്കുന്നുണ്ട്. ആ മുതലകൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കണ്ടെത്തി സജ. ഡമ്മിയാണെന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്ത് സജനെ നോക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് കണ്ണൊന്ന് ചുമ്മീനി. ഗൈസ് അതാ ഇതാണ് കുറച്ച് മുമ്പ് നേരത്തെ ഡമ്മിയാണെന്ന് കണ്ടെത്തിയ 2 ശാസ്ത്രജ്ഞർ. ഡമ്മിയാണടാ പാറവക്കാട് ചാടി ഇറങ്ങേണ്ടി. തീർന്ന്. ഒരു സൂവും സാഞ്ചുറി തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സൂ എന്ന് പറഞ്ഞാല് ആനിമൽസിനെ നമ്മളെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഓരോ കാണാൻ പോകാം. സാഞ്ചുറി എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ ഹാബിറ്റാറ്റിൽ പോയി കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വീഡിയോ എടുക്കാൻ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നല്ല കണ്ണോണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായി. എനിക്ക് ഇഷ്ടത്. എല്ലാവരും കൂട്ടുകൂടൽ തുടങ്ങി. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ കയറി കുത്തിരിക്കുകയാണ്. മരുഭാഗം കൊടുക്കുമ്പോൾ തന്നെ കൂട്ടുകൂടുന്ന ടീമാണ്. ഞങ്ങൾ അവിടെ നിന്ന് വന്നതിന് ശേഷം രാത്രി മൈസൂരിൽ നല്ല സ്വീറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞു. 1-2 സ്വീറ്റ്സിൻ്റെ ഷോപ്പിൽ പോയി അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് നടത്തി. അമ്മേ ഈ ഹെൽപ്പ് ചെയ്യണ്ടോ? ലാമേ എന്നിറങ്ങ. ലാമേശോ അല്ല ആളെന്നോടോ. നാജിം ഓടെ നാമി ജജ ഇവിടെ ആനലാമേ അറലോടെ പതിയെ ഇറങ്ങുന്നു ഗൈസ്. സോ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണാം ഗൈസ്. സ്നേഹം വണ്ടിയിൽ എണ്ണ തീർന്നിട്ട് ചവിട്ടി കൊണ്ടുപോകുന്നു. ഏതപ്പൊക്കെ തീരുമ്പോടെ അടി ഗൈസ്. നാജിമ് 138 കൊല്ലമല്ലോ 1938 തുടങ്ങിയ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഹൈപ്പഡായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഷോപ്പ് ഇവിടെ എത്തിന് വരും. ഷോപ്പ് ഇതാ ഇവിടെ എത്തിന് നാജിമ് ഇതാ വെൽക്കം ചെയ്യുന്നു. ഗൈസ് ഇതാണ് ഈ മൈലാരിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ചെറിയതാണ് അല്ലേ, പക്ഷെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നാജിം വിചാരിക്കുന്നത് അല്ലേ. കാട്ടുകോയിനെ ബാലൻസ് ചെയ്യാൻ നാജിം കണ്ടെത്തിയ അടുത്ത മൈലാരി. ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ പുറത്തുണ്ട്. അതുകൊണ്ട് അതിലേക്കാണ് പോണേ. വിനായക മൈലാരി 1938. ഇവിടെ അല്ല യാശി ഇത് മറ്റേ ഫോട്ടോഷോപ്പിലോട്ടോ മറ്റേനെ പോലെ അല്ലേ. നമ്മളെ കറക്റ്റ് സ്പോട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെ നമ്മള് സെലിബ്രിറ്റീസ് ഒക്കെ സാധാരണ വരല് ഇങ്ങോട്ടാണെന്നാ പറഞ്ഞത്.
അപ്പോൾ നാജിബ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇതാ സാധനങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. മൈലാരി ദോശക്കടയിൽ വന്ന് സജ ബിരിയാണി ചോദിച്ചു. ഇതാ എക്സൈറ്റഡ് ആണോ ദോശ കഴിക്കാൻ? എന്ത് ദോശയാണിത്? മൈലാരി ദോശ. നാജിമിന്റെ മൈലാരി ദോശ. ഏട്ടൻ ദോശ വിളമ്പിരിക്കുന്നു അല്ലേ? ഓ ബട്ടർ ബട്ടർ ഗൈസ്. അതാ വരുന്നു ചട്നി വരുന്നു ഗൈസ്. എങ്ങനെ രാജ്യം? എന്താ ടേസ്റ്റ്? മസാല ദോശയുടെ ടേസ്റ്റ് ആണ്. മസാല ഉണ്ടല്ലോ ഇതില്. മസാല ഉണ്ട് ദോശ, വളരെ പൂ പോലെ ദോശ. പൂ പോലെ സജ മഞ്ഞു പോലെ. ടേസ്റ്റ് ഉണ്ടോ ശരിക്കും? ആ ലാമിത് അവിടെ എല്ലാവരും അമ്മ അടിക്കൽ തുടങ്ങിന്. ആർക്ക് ഇഷ്ടമില്ലേ? ഓന് കൊടുത്തു നോക്കിയാ എങ്ങനെയുണ്ട് ഫിദ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു രക്ഷയില്ല. കാട്ടുകോയിനെ അടിച്ചിട്ടുണ്ട്. പേരും ടേസ്റ്റ്. ഇതാ രണ്ടാമത്തെ എല്ലാവരും ഓർഡർ ചെയ്ത് രണ്ടാമത്തെ സെറ്റ് സൂപ്പർ ടേസ്റ്റ്. വിജയിച്ചിട്ടേ ഗൈസ്. ഇത് ലാമിൻ്റെ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ഫുഡ് കഴിക്കുന്ന ഒരു പാത്രമാണ്. സ്പൂൺസ് 2 ഇതിൻ്റെ കൂടെ ഉണ്ട്. സോ ഇത് മാജിക് ലാമ്പിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസും ഷേപ്സും കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. ഒരു കൂൾ ഫാമിലി യോഗട്ട് തപ്പി നടക്കുന്ന ലാമി. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വ്ളോഗ്. ലൈക്ക് ഇനി പയന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർ കളക്ഷനിലേക്ക് പോവുകയാണ് ഞങ്ങൾ. സോ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഒരു ചെറിയ വീഡിയോ, ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്നൊരു വീഡിയോയും കൂടി ഉണ്ടാവും. സോ ബൈ.